നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തലവേദന മൈഗ്രെയിൻ രോഗം കൊണ്ട് മാത്രമാണെന്ന് കരുതിയിരിക്കുന്നവർ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ലോകത്ത് നടത്തിയ പല പഠനങ്ങളിലും 60 തൊട്ട് 80% വരെ രോഗികളിലും മൈഗ്രെയിൻ മിസ്ഡയഗ്നോസ്ഡ് ആണ്, അതല്ലെങ്കിൽ രോഗനിർണയം തെറ്റായിട്ടാണ് നടത്തിയിരിക്കുന്നതെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇത്തരത്തിൽ രോഗനിർണയം തെറ്റായിട്ട് നടത്തുവാനുള്ള പല കാരണങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ലാക്ക് ഓഫ് അവയർനെസ്. പല രോഗികളും മൈഗ്രെയിനെ പറ്റിയുള്ള തെറ്റിദ്ധാരണകളും പരക്കെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന മിഥ്യാധാരണകളും വെച്ചുകൊണ്ടാണ് മൈഗ്രെയിൻ ഡയഗ്നോസ് ചെയ്യുന്നത്. ഒട്ടുമിക്ക ഡോക്ടർമാർക്കും കേവലം 3 തൊട്ട് 7 മിനിറ്റ് വരെയാണ് ഒരു രോഗിയുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയം. ഈ സമയത്തിനുള്ളിൽ അവരുടെ ഫാമിലി ഹിസ്റ്ററി, അലർജി ഹിസ്റ്ററി, ഇവരുടെ പെയിനിന്റെ ഡീറ്റെയിൽസ്, എവിടെ നിന്ന് പെയിൻ ഉത്ഭവിക്കുന്നു, എങ്ങോട്ട് പെയിൻ സ്പ്രെഡ് ആവുന്നു, അതല്ലെങ്കിൽ പെയിനിന്റെ നേച്ചറും ഇവരുടെ അനുഭവത്തിന്റെ തീവ്രതയും ഒന്നും മനസ്സിലാക്കാനായിട്ട് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ സാധിക്കുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഓവർ ദ കൗണ്ടർ മെഡിക്കേഷൻസ് ആണ്. സ്വയം ചികിത്സയും കയ്യിൽ കിട്ടുന്ന വേദന സംഹാരികളും കഴിച്ചുകൊണ്ട് ഈ തലവേദന എന്നെ കൊണ്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ടുള്ള ഡയഗ്നോസിസിനായിട്ട് പോകാതിരിക്കുന്ന ആളുകൾ. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം മൈഗ്രെയിൻ രോഗവും മറ്റു തലവേദനകളുള്ള രോഗവുമായിട്ടുള്ള സാമ്യമാണ്. ടെൻഷൻ ഹെഡേക്ക്, ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, സൈനസ് ഹെഡേക്ക്, പോസ്റ്റ് കൺകഷൻ ഹെഡേക്ക് എന്നിങ്ങനെ ഒട്ടനവധി തലവേദനയുടെ കാരണങ്ങൾ മൈഗ്രെയിന്റെ ലക്ഷണങ്ങളുമായിട്ട് സിമിലർ ആയിട്ട് കാണപ്പെടാറുണ്ട്. വളരെ കൃത്യമായിട്ടുള്ള വിശകലനത്തിലൂടെ മാത്രമേ ഇത്തരം നേരിയ വ്യത്യാസങ്ങളുള്ള അസുഖങ്ങളെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കൃത്യമായിട്ട് ഡയഗ്നോസിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഛർദ്ദിക്ക് മരുന്ന് കഴിച്ചാൽ വയറിളക്കം മാറില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് വളരെ കാലമായിട്ട് ഒരേ മരുന്നുകൾ കഴിച്ചിട്ടും യാതൊരു റിസൾട്ട്സും കിട്ടാതെ ഇതേ മരുന്നുകൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് വാങ്ങിച്ചു കഴിക്കുന്ന ആളുകളുടെ അവസ്ഥ. കേവലം ഒരു എക്സ്റേയോ സിടിയോ ഒരു MRI സ്കാനോ എടുത്തുകൊണ്ട് മാത്രം മൈഗ്രെയിൻ തലവേദന കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കില്ല. ഒട്ടനവധി ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയകളും അതുകൂടാതെ തന്നെ ഫാമിലി ഹിസ്റ്ററിയും പേഴ്സണൽ ഹിസ്റ്ററിയും ക്ലിനിക്കൽ എക്സാമിനേഷനും നടത്തിക്കൊണ്ടാണ് ഒരു കൃത്യമായിട്ടുള്ള ഡയഗ്നോസിസിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടത്. അത്തരത്തിലുള്ള ഒരു വിശദമായിട്ടുള്ള ഡയഗ്നോസിസ് പാറ്റേൺ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ സ്വയം പരിശോധിക്കേണ്ടതാണ്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ.